മുത്തശ്ശിക്കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു മുത്തശ്ശിയുടെ പ്രതികാരത്തിന്റെ കഥ, ഒരു മുത്തശ്ശി പ്രതികാര കഥയാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. സ്വന്തം കൊച്ചുമകളെ ലൈംഗികമായി ഉപദ്രവിച്ചയാളെ തെരഞ്ഞുപിടിച്ച് വെട്ടി വീഴ്ത്തിയ തമിഴ്നാട്ടുകാരി. വിശദമായി നമുക്ക് നോക്കാം. സ്വാഗതം 20th അവറിലേക്ക്. കൊച്ചുമകളെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനോട് പ്രതികാരം ചെയ്ത് ഒരു മുത്തശ്ശി ചായക്കടയ്ക്ക് മുന്നിൽ വെച്ച് വെട്ടി വീഴ്ത്തി വലിച്ചിഴച്ചു. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ 4 വയസ്സുകാരിയായ ചെറുമകളോട് ലൈംഗിക അതിക്രമം നടത്തിയതിൻ്റെ പ്രതികാരമാണ് ഒരു യുവാവിനെ ആ കുട്ടിയുടെ മുത്തശ്ശി അങ്ങനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള മാണിക്യം എന്ന 31 വയസ്സുകാരൻ. ആ യുവാവാണ് വെട്ടേറ്റ് വീണതും പിന്നീട് ആ പ്രതികാരത്തിന് ഇരയായി മാറിയതും. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു മാണിക്യത്തെ കുളിത്തലയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കുളിത്തലയിലെ ടോൾ ഗേറ്റിന് സമീപത്ത് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് എത്തുമ്പോൾ വെട്ടേറ്റ് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു മാണിക്യം. ആ ദൃശ്യങ്ങൾ കാണാം. ഈ സംഭവത്തിൽ 55-കാരിയായ ആ മുത്തശ്ശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ കുട്ടിയുടെ മുത്തശ്ശിയും മുത്തശ്ശനും കുളിത്തലയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ഈ കുട്ടി മാതാപിതാക്കൾക്കൊപ്പം മറ്റൊരു ഗ്രാമത്തിലും. ഈ പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ആളാണ് ഈ മാണിക്യം. ആ കുടുംബവുമായി നല്ല ബന്ധമുണ്ടായിരുന്നതാണ് അയാൾക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഈ കുട്ടിയുടെ അമ്മ മകളെ ഒന്ന് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് മാണിക്യത്തോട് ചോദിക്കുന്നു. അങ്ങനെ മാണിക്യം അത് ഏറ്റെടുക്കുന്നു. പക്ഷേ അയാൾ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സ്വന്തം വീട്ടിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഈ മുത്തശ്ശിയുടെ വീടിന് സമീപം ഉപേക്ഷിച്ച് അയാൾ കടന്നു കളഞ്ഞു. സംഭവം ഒന്നൊന്നായി ആ കുട്ടി മുത്തശ്ശിയോട് വിവരിച്ചു. അതോടുകൂടിയാണ് മുത്തശ്ശി ആ യുവാവിനെ തേടിയിറങ്ങുന്നത് ഒരു വെട്ടുകത്തിയുമായി. വെള്ളിയാഴ്ച അങ്ങനെ കുളിത്തല ടൗണിൽ മാണിക്യമുണ്ട് എന്നുള്ള വിവരം ഈ മുത്തശ്ശി അറിയുകയാണ്. വെട്ടുകത്തിയുമായി ആ സ്ത്രീ അവിടെ എത്തി. ആ ടോൾ ഗേറ്റിന് സമീപത്തുള്ള ചായക്കടയിൽ വെച്ച് ഈ മാണിക്യത്തെ കണ്ടതോടെ പുറകെ നിന്ന് ഓടിച്ചെന്ന വെട്ടി റോഡിലൂടെ വലിച്ചിഴച്ചു. പല തവണ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഏതാണ്ട് 10ഓളം വെട്ട് ആ ദേഹത്തെ ഏറ്റു എന്നാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മുത്തശ്ശിയെ പിന്തുടർന്നെത്തിയ ചില കുട്ടിയുടെ ബന്ധുക്കൾ അവരും ഈ മാണിക്യത്തെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ ജനക്കൂട്ടവും സംഭവം ഉണ്ടായി അവിടെ. ഈ മാണിക്യം ചെയ്ത തെറ്ററിഞ്ഞതുകൊണ്ട് തന്നെ ആരും അത് തടയാനും നിന്നില്ല എന്നുള്ളതാണ്. ആൾക്കൂട്ടമർദ്ദനം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എങ്കിൽ പോലും വെട്ടേറ്റ് വീണ് കിടന്ന മാണിക്യത്തെ പല തവണ ആ ബന്ധുക്കളും നാട്ടുകാരും ചവിട്ടി മർദ്ദിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ആ മുത്തശ്ശിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ വാള് അല്ലെങ്കിൽ വെട്ടുകത്തി പിടിച്ചെടുത്തു. അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്
പരാതി ലഭിച്ചുവെന്നും ആ പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് പോലീസും അധികൃതരും അറിയിക്കുന്നത്. എന്നാണെങ്കിലും ഒരു മുത്തശ്ശിയുടെ പ്രതികാരത്തിന്റെ കഥയാണ് തമിഴ്നാട്ടിലെ കരൂരുകാർ കഴിഞ്ഞ ദിവസം കണ്ടത്. മോഷണശേഷം അവിടെ തന്നെ അങ്ങ് കിടന്നുറങ്ങി. കൂർക്കം വലി കേട്ട് വാതിൽ തുറന്ന വീട്ടുകാർ ഞെട്ടി. കഞ്ചാവടിച്ച് മോഷ്ടിക്കാൻ പോയ കള്ളന് പറ്റിയ അബദ്ധം കാണാം. ഹൈദരാബാദിലെ ബാലാപൂർ എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. ഫുർഖാൻ എന്ന ഒരു 18കാരൻ, അവനാണ് ഈ മോഷണത്തിനിടെ ആ വീട്ടിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങിപ്പോയത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചാണ് അവൻ ആ വീട്ടിലേക്ക് കയറുന്നത്. അകത്ത് കയറുക, സ്വർണമോ അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിക്കുക, മൊബൈൽ ഫോണുകൾ ഇവയൊക്കെ കവരുക, എന്നിട്ട് ഉടൻ തന്നെ സ്ഥലം വിടുക. പക്ഷേ ആ മോഷ്ടാവിന് അവസാന ഭാഗം മാത്രം നടപ്പിലാക്കാൻ കഴിയാതെ പോയി എന്നതാണ്. വീട്ടിൽ ചെന്നു, മോഷ്ടിച്ചു, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ വളരെ വേഗം മോഷണശേഷം തിരികെ പോകുക എന്നുള്ള ആ ശ്രമം മാത്രം അയാൾ മറന്നുപോയി. മറ്റൊന്നുമില്ല, കാരണം ലഹരിയിലായിരുന്നു. ഈ രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നത് ആ മുറിയുടെ. അപ്പോഴതാ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ് കള്ളൻ. പോക്കറ്റിൽ മോഷ്ടിച്ച സ്വർണമൊക്കെയുണ്ട്. പരിചയമില്ലാത്ത ഒരാളെ മുറിക്കുള്ളിൽ ഇങ്ങനെ തറയിൽ ഉറങ്ങിക്കിടക്കുന്നതാണ് വീട്ടുകാർ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അടുത്ത് ചെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ അതാ പോക്കറ്റിൽ അവരുടെ തന്നെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നു. അലമാരയൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാഹചര്യം. കള്ളനെ ഉണർത്താതെ തന്നെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ എടുത്തു ആ വീട്ടുകാർ. എന്നിട്ടാണ് പോലീസിനെ വിവരം അറിയിച്ചത്. देखो कब आया नहीं मालूम रात में। ये जो चीज़ा है ना इसके जेब में, ये बाजारी है लेकिन हमारे घर के चीज़ा है। हाँ, फ़ोन भी था। देखो इससे पापा का फ़ोन भी था, पापा फ़ोन वहाँ रखे। सुने ये अलमारियाँ खुले थे, अब बंद करें हम लोग। अब ये फ़ोन था, रख लिया मैंने। बहरहाल इससे पहले 2 बार पापा का फ़ोन चोरी हुआ। सुने अपन बोले चलो गलती कहाँ है बोल के खामोश हुए। കഞ്ചാവിന്റെ ലഹരിയിലായിരുന്നു മോഷ്ടിക്കാൻ അയാൾ ആ വീട്ടിലേക്ക് കയറിയത്. അതാണ് അയാൾക്ക് പണി കിട്ടിയത്. ഉറക്കം വന്നപ്പോൾ ആ പണി പാളുകയും ചെയ്തു. വീടിനുള്ളിൽ പ്രവേശിച്ച അയാൾ വീട് മുഴുവൻ പരിശോധിച്ചു. അലമാരയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ പോക്കറ്റിലാക്കി. മാത്രമല്ല ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ ഒരു മൊബൈൽ ഫോണൊക്കെ എടുത്തു. ഇങ്ങനെ മോഷ്ടിച്ച വസ്തുക്കളൊക്കെയായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം അവിടെ തന്നെ കുറച്ചു നേരം ഒന്ന് മയങ്ങിയതാണ്. പക്ഷെ പിന്നെ എഴുന്നേറ്റില്ല. പോലീസിന് മുന്നിൽ എല്ലാം വിവരിച്ചു ഫുർഖാൻ എന്ന ആ കള്ളൻ. തെറ്റുപറ്റിപ്പോയി, ഇത്തവണത്തേക്ക് ക്ഷമിക്കണം എന്നൊരു ഡയലോഗും അപേക്ഷയുമുണ്ട്. जाएगी याद तो नहीं है, वही ये भी निकाला करते हैं और यहाँ सो भी आता रहते थे, खाना वाना भी ले आता करते। हो गई गलती, माफी चाहता हूँ आंटी से। क्या करा मेरे को तो और खुद भी याद भी नहीं है। आंटी ने बताई ये और क्या क्या जी दरवाजे 2 बार कहीं को लगा के बाहर दरवाजे भी लगाया करते वही। और कहते क्या कहते तुम्हारा याद नहीं है? मेरे को तो याद तो नहीं है जी, दरवाजे भी लगाया बोल के बोले लगाया हूँ भाई, मेरे को तो याद तो नहीं है। अरे भाई आया कहाँ से तू? मैं यहाँ से आया नहीं मालूम, मेरे को याद तो नहीं है। उन्हें बच्चा आया तो छोटा, उसको क्या नाम है उसका? मुसाया। क्या टाइम पे आया? 4 साढ़े 4 के टाइम की बात है, फजर से पहले। हाँ। और क्या पैसे कहाँ से, पैसे कितने लिया, कहाँ लिया? पैसे नहीं लिया भाई, ये चिल्लर पड़े हुए मेरे जिम में, ऐसे जो भी है कुछ भी नहीं है बस। ये जो इंजेक्शन लिया बरा कहाँ से लाए? ये नामपल्ली पे से लिया था भैया। ये खून लग गया। कैसा है वो इंजेक्शन का है? नहीं गिर गया, गाड़ी पे से गिर के मारा बोलता हूँ। देखो भाई फैसल भाई के घर में आया था, अलमारी में से निकाला और बोले तो फोन आना भी उठाया था। वहाँ भी गया, वो रूम में भी क्या वहाँ से भी क्या लिया याद तो नहीं है। और फोन आना अंकल का फोन, उनका भी, आंटी का, भाई का भी फोन था, बंद करके रखा था। ले फिर वापिस अब यहाँ सो गया था, पीले खाले के मस्त था मैं गोलियां में, यहाँ सो गया। दे दिया फैसल भाई पूछे तो फैसल भाई मेरे को क्या करे समझाए, मारी भी नहीं, एक लास्ट चांस देता हूँ। फोन लगाए तो फोन नहीं उठाए, उल्टे बातें करे सब जने तो न समझा के भी जा रहे।
എന്നാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. മോഷ്ടിച്ച സാധനങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. കാരണം വേറെങ്ങും പോയിട്ടില്ല, ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കള്ളന്റെ റിക്വസ്റ്റ് പക്ഷേ ആ വീട്ടുകാർ സമ്മതിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. കാരണം മോഷ്ടാവ് മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം പറ്റിപ്പോയി എന്നൊക്കെ വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞല്ലോ. വീട്ടുകാരെന്ത് ചെയ്തു? പരാതി വേണ്ട എന്ന് തന്നെ വെച്ചു. അങ്ങനെ കാര്യമായിട്ടുള്ള തട്ടുകേടില്ലാതെ കള്ളൻ ഉറക്കം എഴുന്നേറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാര്യയുമായുള്ള തർക്കത്തിൽ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന യുവാവ് പിടികൂടി കൈകാര്യം ചെയ്ത് നാട്ടുകാർ. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടന്ന സംഭവമാണ്. ഇന്നലെയായിരുന്നു ഈ അതിദാരുണമായിട്ടുള്ള സംഭവം. ഭാര്യയുമായി പിണങ്ങിയ സമയത്ത് പിഞ്ചു കുഞ്ഞിനെ നദിയിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു. പാലത്തിന് മുകളിൽ നിന്നാണ് ആ ക്രൂരകൃത്യം അയാൾ ചെയ്യുന്നത്. 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. സ്വന്തം മകൾ, അവളെയാണ് റിങ്കു എന്ന ആ മനുഷ്യൻ നദിയിലേക്ക് എറിഞ്ഞത്. പോലീസിന്റെ പിടിയിലാണ് ഇപ്പോൾ അദ്ദേഹം. ഭാര്യയും നദിയിലേക്ക് അയാൾ തള്ളിയിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിവരം. പക്ഷേ ഭാര്യയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. രോഷാകുലരായിട്ടുള്ള നാട്ടുകാർ റിങ്കുവിനെ അവിടെ വെച്ച് തന്നെ നന്നായി കൈകാര്യം ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. बच्चा कैसे फेंको जमुना में? बच्चा कितने बड़ा बच्चा हो? मेरा बच्चा को बोलो. ബൈക്കിലാണ് ഈ റിങ്കു കുടുംബത്തോടൊപ്പം ആ പാലത്തിന് മുകളിലേക്ക് എത്തുന്നത്. ആ പാലത്തിന് മുകളിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി അയാൾ വലിച്ചെറിയുന്നത്. ഭർത്താവ് വീട്ടിൽ വെച്ചും സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നാണ് ആ യുവതി അവിടെ എത്തിയ നാട്ടുകാരോട് പറഞ്ഞത്. 17 तारीख को पूरे साल का होगा। लड़का था बेटी बेटा लड़का लड़की फोटो खींचे खूबता यानी और गाड़ियां में जब रुक जा खूब पाना आपके बंदे ये जट में छोड़ पहन छाती फट रही है आगे मां है उसकी मादर मार पीट करके भोसड़ी वाले ने देखो वैसे बैकग्राउंड में उठा के जा बेटे कौन से काम किए बेटा जो काम का किए रहा है പോലീസ് സ്ഥലത്തെത്തി നദിയിൽ വീണ കുഞ്ഞിനെ കണ്ടെത്താനുള്ള തെരച്ചിലൊക്കെ നടത്തി. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ആ പ്രതി ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുക എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കാരണം അതുകൊണ്ടാണ് മനഃപൂർവ്വം ആ പാലത്തിന് മുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പോലീസ് കരുതുന്നു. എന്നാലും പോലീസിന്റെ നിഗമനം അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. അയാൾ കുട്ടിയെ എറിഞ്ഞു എന്നുള്ള കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്.
മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലേനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ സെക്കൻഡിൽ ഗാലൻ കണക്കിന് വെള്ളം പുറന്തള്ളുമ്പോൾ പഴയ ടയറുകൾ ആ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. വാഹനങ്ങളിലെ ടയർ പ്രഷറുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് ടയറിലെ കാറ്റ് കുറച്ചാൽ റോഡിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. കാറ്റ് കുറഞ്ഞ ടയറുകളുടെ മധ്യഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുകയും അവിടെ കൂടുതൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാവുകയും ചെയ്യുന്നത് ഹൈഡ്രോപ്ലേനിംഗ് സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഗർഭിണിയായ കാമുകിയെ കൊന്ന് കുഴിച്ചുമൂടി. കൊലപാതക വിവരം പുറത്തു വന്നത് 2 ആഴ്ച കഴിഞ്ഞു. ആന്ധ്ര ഒഡീഷ അതിർത്തിയിൽ നടന്ന കാര്യമാണ്. വിജയനഗരം ജില്ലയിലെ ഗജപതി നഗരത്തിൽ ഒഡീഷ സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് അവളുടെ കാമുകൻ കൊന്നുകളഞ്ഞത്. എന്നിട്ട് ആ നഗരത്തിലെ പെട്രോൾ പമ്പിന് സമീപം ഒരു മാവിൻ തോട്ടം അവിടെ കുഴിച്ചുമൂടി. ഒഡീഷയിലെ കോരാപ്പൂട്ട് ജില്ലയിലുള്ള സെമിലിഗുഡയിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ്. അവളുടെ പേര് ആൽബീന ഗരാഡ എന്നാണ്. 22 വയസ്സ് മാത്രമാണ് അവൾക്ക് പ്രായം. ഈ പ്രതി കാമുകനായിട്ടുള്ളത് ഒഡീഷ സ്വദേശി മോഹൻ കില്ലോ, 35കാരനാണ്. ഏതാണ്ട് 1 വർഷമായി അവർ പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അടുത്തിടെയാണ് ഈ യുവതിയുടെ കുടുംബം ഈ 2 പേരുടെയും ഈ ബന്ധത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് അറിയുന്നത്. ഒരു ഹെൽത്ത് റിപ്പോർട്ടിൽ അവൾ പ്രഗ്നൻ്റ് ആണ്, ഗർഭിണിയാണ് എന്നുള്ള വിവരം ആ വീട്ടുകാർ കാണുന്നു. അങ്ങനെയാണ് ആ ബന്ധത്തെപ്പറ്റി അവർ ചോദിച്ചറിയുന്നതും കാര്യങ്ങൾ അറിയുന്നത്. മീന അവൾ ശരിക്കും 3 മാസം ഗർഭിണിയായിരുന്നു. മോഹൻ കില്ലോ ആവട്ടെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവും. അയാൾ വിവാഹിതനാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ആൽബീനയുമായി ഉള്ള ബന്ധം അയാൾ തുടർന്നത്. ഈ മോഹൻ കില്ലോ വിവാഹിതനാണെന്നുള്ള കാര്യം
ആ പെൺകുട്ടി അറിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുവരും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായി. ആ തർക്കമാണ് ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം. 14 ദിവസമായി ഈ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. അങ്ങനെ ആ കുടുംബം ഒഡീഷയിലെ സിവിലിഗുഡ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തി. ഓഗസ്റ്റ് 1-ാം തീയതി ഈ പ്രതിയും പോലീസിനെ കണ്ടു, പോലീസിൽ പരാതി നൽകി ഈ പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ളത്. അതായത് കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ അയാളും എത്തുകയാണ്. അന്നല്ല ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക. അതായിരുന്നു ശ്രമം. പക്ഷേ അയാൾ കാട്ടിയ ആ അതിബുദ്ധിയാണ് ചില സംശയങ്ങൾ തോന്നാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ഒഡീഷ ആന്ധ്ര പോലീസ് സംയുക്തമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതിയുടെ കുറ്റസമ്മതം. അങ്ങനെ മരുപ്പള്ളി ഗ്രാമത്തിലെ ഒരു മാവിൻ തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിൽ ആ യുവതിയുടെ അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം പൂർണ്ണമായും അഴുകിത്തുടങ്ങിയ സാഹചര്യമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇനി വിപുലമായിട്ടുള്ളൊരു പോസ്റ്റ്മോർട്ടം, DNA പരിശോധനാ ഫലം ഇവയൊക്കെ വേണം. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൊല ചെയ്ത രീതി, അതിൻ്റെ കാരണം ഉൾപ്പെടെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ അതൊക്കെ വ്യക്തമാകൂ. എന്നാണെങ്കിലും വിവാഹിതനാണ് എന്നുള്ള കാര്യം മറച്ചുവെച്ച് നടത്തിയ പ്രണയം, അതിനൊടുവിൽ ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയായ പെൺകുട്ടി വിവാഹം ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ കൊന്നുകളഞ്ഞു എന്നാണ് ആദ്യ നിഗമനം. ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളുമായി 24 വീണ്ടും എത്തും തിങ്കളാഴ്ച രാത്രി 20 മണിക്കൂർ. നമസ്കാരം.